الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. നാം ഏവരും അത്യാവേശത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ ഗുരുവര്യർ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ആത്മീയ സ്രോതസ് സയ്യിദ് അവറുകൾ 3 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ നാടിൻ്റെ നിത്യാലങ്കാരമായി ദീനിൻ്റെ വഴികാട്ടിയായി കൂടെ നിന്ന് എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായി നമുക്ക് ആവേശം പകരുന്ന അബൂ സ്വാലിഹ് ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത നേതാക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായ രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, പവിത്രമായ സ്വലാത്ത് വാർഷിക മജ്ലിസിലാണ് നാം ഉള്ളത്. അനാരോഗ്യം വകവെക്കാതെ ശാരീരിക അവശതകൾ മറന്ന് ദീർഘമായ യാത്ര ചെയ്ത് ബഹുവന്യർ ഈ മഹത്തായ പരിപാടിയിൽ എത്തുന്നത് തന്നെ ഈ പരിപാടിയുടെ വിലയും ഇതിൻ്റെ സ്ഥാനവും എത്ര വലുതാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ദീനിന്റെ മഹത്തായ മുഖത്തെ പുതിയ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് പകർന്നുകൊടുത്ത് ആ ഒരു ഫേസ് കട്ടിനെ എന്നും സമൂഹത്തിൽ ജ്വലിച്ചു നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ ശാരീരിക അവശതകൾ പോലും വകവെക്കാതെ അവിടുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദീനിനെതിരെയുള്ള കടന്നാക്രമണങ്ങളും യുക്തിവാദവും ലിബറലിസവും പോലെയുള്ള പുതിയ തലമുറയിലെ കുട്ടികളെ മനസ്സിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ മനസ്സ് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ കുൽസിത പ്രവർത്തനങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള പുതിയ കാലഘട്ടത്തിൽ നവങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അതിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദീനിന്റെ തനത് രൂപത്തെ, പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ദീനിന്റെ മുഖം കെട്ടുപോകാത്ത വിധം അതിനെ ജ്വലിപ്പിച്ച് കത്തിച്ച് നിർത്തുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗം കൂടിയാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വിധത്തിലുള്ള വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഫത്വകൾ. പുതിയ തലമുറയെ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി വിവിധ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവതരിപ്പിക്കുന്ന ആ പരിഹാര മാർഗങ്ങൾ, ഫിഖ്ഹ്, ആ ഫിഖ്ഹിനെ കാലികമായി അവതരിപ്പിക്കുകയും ആ കർമ്മശാസ്ത്രത്തെ പൊതുസമൂഹത്തിൽ അംഗീകൃതമാകും വിധത്തിൽ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ഫേസ് കട്ട് മുഖം കെടാതെ, കെട്ടുപോകാതെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവതരിപ്പിക്കപ്പെടുന്ന ഫത്വകൾ ക്രോഡീകരിക്കപ്പെടുകയും ആ ഫത്വകളെ കാലങ്ങളായി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം നടത്തുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ളത്. 33 വർഷത്തെ ഫത്വകൾ എന്ന് പറയുമ്പോ അതൊരു നുസ്രത്തിൽ വന്നിട്ടുള്ള ഫത്വകൾ മാത്രമാണ്. അത് ബഹുമാനപ്പെട്ടവർ മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മുമ്പേ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ഫത്വകളിലും ബഹുമാനപ്പെട്ടവരുടെ പങ്ക് വലുതാണ്. ബുൽബുലിൽ പുറത്തിറങ്ങിയിട്ടുള്ള പ്രശ്നോത്തരങ്ങൾ ഇതിന്റെ അപ്പുറമാണ്. 4000-ഓളം ഫത്വകൾ എന്ന് പറയുമ്പോൾ ആ ഫത്വകൾ കേവലം ബഹുമാനപ്പെട്ടവരുടെ ഫത്വകൾ അതിൽ ഒതുങ്ങുന്നു എന്ന് ചിന്തിക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ 4000-ത്തിലധികം വരുന്ന ഫത്വകൾ, ആയിരക്കണക്കിന് ഫത്വകൾ വേറെയും ഉണ്ടാകുമ്പോ ലോകത്ത് ഇത്രയധികം ക്രോഡീകരിക്കപ്പെട്ട ഫത്വകളുടെ ഒരു മുഫ്തി വേറെ ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരമുണ്ടാകില്ല എന്നാണ് എന്റെ അറിവിന്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്. ഇതൊക്കെ വലിയ ഒരു ദീനിന്റെ വലിയ ഒരു സംസ്കരണത്തിന്റെ, പുതിയ തലമുറകളെ വാർത്തെടുക്കുന്നതിന്റെ, ഇസ്ലാമികമായ നിയമങ്ങളെ പുതിയ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിന്റെ വലിയ ഭാഗമാണ്. കാരണം പുതിയ കാലഘട്ടത്തെ നമ്മൾ വായിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തുമുള്ള ജനങ്ങളെപ്പോലെ പുതിയ കാലഘട്ടത്തെ നമ്മൾ അവതരിപ്പിക്കുകയോ പുതിയ കാലത്തെ ജനറേഷനുകളെ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്താൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും തലമുറകൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മനോഭാവങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ ചിന്താഗതികൾക്ക് വ്യത്യാസങ്ങൾ വരുന്നു, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരുന്നു. ദീനിനെ മനസ്സിലാക്കുന്നിടത്ത് ചിലപ്പോഴെങ്കിലും അവർ വഴിപിഴച്ചു പോകുന്നു, പതറിപ്പോകുന്നു. ആകർഷകമായ വൈവിധ്യങ്ങളിൽ അവർ കണ്ണഞ്ചിപ്പോകും വിധത്തിൽ അവർ പെട്ടുപോകുന്നു. ഇങ്ങനെയുള്ള പുതിയ തലമുറ വലിയ വലിയ ആശങ്കകളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തലമുറ എന്ന് പറയുന്നത് മറ്റൊരു ഘട്ടത്തിലുള്ള ഏതെങ്കിലും ജനവിഭാഗത്തെ കുറിച്ചല്ല. നമ്മൾ അതിന്റെ ഭാഗമാണ്. നമ്മുടെ മക്കൾ അതിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടുകാർ അതിന്റെ ഭാഗമാണ്. ഇസ്ലാമിന്റെ വൈരികളും ഇസ്ലാമിന്റെ അനുകൂലികളും അതിന്റെ ഭാഗമാണ്. ഈ ജനറേഷനുകൾ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള, എന്നാൽ പഴയ കാലത്തുണ്ടായിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള മനസ്സിന്റെ ശക്തിയും ബലവും ക്ഷമയും സഹനവും തീരെ ഇല്ലാത്ത ഒരു വിഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സമൂഹം എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ വലിയ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ വിരൽത്തുമ്പിൽ സജീവമാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പണ്ട് കാലത്ത് നമുക്കൊക്കെ വിശുദ്ധ ഖുർആനായിരുന്നു ആദ്യം കിട്ടേണ്ടിയിരുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ രാവിലെ ആദ്യം തന്നെ പത്രമായിരുന്നു എടുത്തു നോക്കിയിരുന്നത് എങ്കിൽ, കണ്ണ് മിഴിക്കുന്നതോടുകൂടെ ആദ്യമായി ഇപ്പോഴത്തെ തലമുറ കാണുന്നത് വാട്സപ്പാണ്, ഫേസ്ബുക്കുകളാണ്, പുതിയ വാർത്തകളാണ്, പുതിയ സന്ദേശങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. നമ്മളും അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ മരണവിവരങ്ങളും വൃത്താന്തങ്ങളും അറിയിക്കുവാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നു, അറിയിപ്പുകൾ ഉണ്ടായിരുന്നു, വിളിച്ചുപറച്ചിലുണ്ടായിരുന്നുവെങ്കിൽ അയൽപക്കത്തുള്ള ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് പോലും ഇന്ന് നമ്മൾ അറിയുന്നത് വാട്സാപ്പിലൂടെയാണ്. ഒരു പക്ഷേ അന്ന് വാട്സാപ്പ് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല എങ്കിൽ, നമ്മൾ ഏതെങ്കിലും തിരക്കിൽപ്പെട്ട് മറ്റേതെങ്കിലും സ്ഥലത്താണ് എങ്കിൽ, രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കേൾക്കുന്ന വാർത്ത ഇന്ന് പലരുടെയും അനുഭവമാണ്.
അയൽവാസി മരിച്ചു, അദ്ദേഹത്തെ മറവ് ചെയ്തു. ഒന്ന് കാണാൻ പറ്റിയില്ല, ആ വിവരമൊന്നും അറിയാൻ സാധിച്ചില്ല. കാരണം തിരക്കിൽപ്പെട്ട് ഞാൻ വാട്സപ്പ് നോക്കാൻ വിട്ടുപോയി. സോഷ്യൽ മീഡിയ ആ വിധത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗമായി മാറി. അതൊരു വാട്സപ്പ് മാത്രമല്ല, എല്ലാ മീഡിയകളും അങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏതേത് കാര്യങ്ങളും ഇന്ന് മനുഷ്യൻ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ വലിയ വലിയ വേണ്ടാത്ത ചിന്തകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ചെറിയ പിഞ്ചു ബാലനാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ കഴുത്തറുത്തു കൊല്ലുന്നത് ഒരു സങ്കോചവുമില്ലാതെ, ലാളിത്യത്തോടുകൂടെ, മനസ്സിന് ഒരു പ്രയാസവുമില്ലാതെ വീഡിയോയിൽ നോക്കി കണ്ടിരിക്കുവാൻ നമ്മുടെ പിഞ്ചു ബാലന്മാർക്ക് പോലും സാധ്യമാണ്, പ്രായമുള്ളവർക്ക് സാധ്യമാണ്. ഏത് ജനങ്ങൾക്കും ഈ വിധത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് മനസ്സിനകത്ത് എത്ര വലിയ ക്രൂരതകളും എല്ലാം സിമ്പിളായി ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യൽ മീഡിയ ഈ സമൂഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര വലിയ വലിയ പ്രശ്നങ്ങളാണ്, ക്രൂരതയും നിറഞ്ഞു നിൽക്കുന്ന എത്ര വീഡിയോകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇന്ന് വളരെയധികം ഒരു പ്രശ്നവും മനസ്സിനകത്തോ മുഖത്തോ അനുഭവപ്പെടാത്ത രീതിയിൽ ലാഘവത്തോടുകൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയെ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി നമ്മൾ. പലതരത്തിലുള്ള വ്യത്യസ്തതകളുള്ള ഒരു സമൂഹം. 2010 ശേഷം നമ്മളെല്ലാവരും വ്യാപകമായി ഉപയോഗിച്ച ഒരു പേരാണ് ന്യൂജൻ, പുതിയൊരു തലമുറ. ആ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഈ പുതിയ തലമുറയിൽ കടന്നു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ഫാഷനുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പല സ്റ്റൈലുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഈ സമൂഹത്തിൽ പുതിയ തലമുറ നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ തലമുറയാണ് സ്മാർട്ട് ഫോണുകളിലൂടെ പുതിയ ഒരു യുഗം തന്നെ സൃഷ്ടിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അവരെ പലതരത്തിൽ കൊണ്ട് വ്യത്യസ്തരാക്കി. അവർ സംസാരത്തിൽ വ്യത്യസ്തരാണ്. ഇംഗ്ലീഷ് കലർത്തിയിട്ടുള്ള മലയാള സംസാരങ്ങൾ അവരിൽ വ്യാപകമായി കണ്ടു തുടങ്ങി. ആധുനിക മനോഭാവത്തെ പുതിയ രൂപത്തിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതൊന്നും ഏതെങ്കിലും ഒരു വയസ്സിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യേക തലമുറയല്ല. എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വയസ്സ് ഇതിന് കണക്കാക്കാൻ സാധിക്കുകയില്ല. ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമായ മനോഭാവങ്ങൾ പുതിയതായി തെരഞ്ഞെടുത്തിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. സോഷ്യലോജലിസ്റ്റുകൾ ഇത്തരത്തിലുള്ള തലമുറകൾക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകാൻ ശ്രമിച്ചു. ജെനെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമായി മില്ലേനിയൻസ്, ജെൻ വൈ എന്ന പേരിൽ അറിയപ്പെടുന്ന 965-ലും 981-നും ശേഷമുള്ള 996 വരെയുള്ള തലമുറകളെ ഈ വിധത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റ് വിപ്ലവം അനുഭവിച്ചവരാണവർ. വ്യത്യസ്തമായ തലമുറയെ അവർ ഈ ലോകത്തിന്, ഈ സമൂഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 2012 വരെ വരുന്ന ഈ തലമുറയെ ജൻ ഇസഡ്, ജൻസി എന്ന പേരിൽ പുതിയ തലമുറയായി സമൂഹം വിളിച്ചിട്ടുണ്ട്. ഈ പുതിയ തലമുറ ഡിജിറ്റൽ നേറ്റീവ്സ്, ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അഥവാ 2012 വരെ ഒരു പുതിയ തലമുറ. പക്ഷെ ആ തലമുറക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 തലമുറയിലും ജീവിച്ചിട്ടുള്ളവരാണവർ. അഥവാ 2 നൂറ്റാണ്ടുകൾ, 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചിട്ടുള്ളവരാണവർ. ഈ തരത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അവർ പറയുന്ന ഭാഷ, പുതിയ തലമുറയുടെ ഈ സംസാര രീതി
നമ്മെ പോലെയുള്ള പഴയ ആളുകൾക്ക് പക്ഷേ തിരിയാൻ കഴിയാത്ത വിധം പലതരത്തിലുള്ള ഭാഷകളെ അവർ പുറം ലോകത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഈ തലമുറയെ പ്രത്യേകമായി വിശദീകരിക്കുവാനുള്ള കാരണം ഈ പുതിയ തലമുറയെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. 2025 വരെ പുതിയ തലമുറയെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതിന് ജൻ ആൽഫ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 21ാം നൂറ്റാണ്ടിൽ മാത്രമായി പരിചയപ്പെട്ടിട്ടുള്ള, സ്ക്രീനിൽ അഡിക്റ്റ് ആയിട്ടുള്ള, വീഡിയോകളിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന വൈവിധ്യങ്ങളെ, വർണ്ണങ്ങളിലുള്ള വൈവിധ്യം, സ്വരങ്ങളിലുള്ള വൈവിധ്യം, അനുഭവങ്ങളിലുള്ള വൈവിധ്യം, പലതരത്തിലുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനും ആനന്ദത്തിലാറാടുവാനും ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ പ്രത്യേകമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ തലമുറ എന്ന് പറയുന്നത്. AI യുഗത്തിലാണവർ, റോബോട്ടിക്സിന്റെ പുതിയ കാലഘട്ടത്തിലാണവർ. ഭരണാധികാരികൾ തന്റെ ജനങ്ങളെ തരംതിരിക്കുവാൻ വേണ്ടി ഈ വിധത്തിൽ തലമുറകളെ വ്യത്യസ്തരാക്കുമ്പോൾ, ബിസിനസ്സുകാർ മാർക്കറ്റിംഗിന് വേണ്ടി തലമുറകളെ വ്യത്യസ്തമാക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മഹല്ല് ഭരണാധികാരികളും ഈ മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഈ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറ, ജൻ ആൽഫ എന്ന് പറയുന്ന ചെറിയ തലമുറ പോലും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ക്ഷമയില്ല, ഒരു തരത്തിലും കേട്ടു നിൽക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ ഉപദേശത്തിന് താല്പര്യമില്ല. നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു എന്നറിയോ? ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. ആ പ്രണയത്തിലായ സന്ദർഭത്തിൽ കുട്ടിയോട് മകനോട് പറഞ്ഞു, മകനെ, ഞാനൊരൽപ്പം നിന്നോടൊന്ന് സംസാരിക്കട്ടെ, നീ എന്റെ കൂടെ ഒന്ന് ഇരിക്ക്, നിനക്ക് ഞാനൊരു 500 രൂപ തരാം. വാപ്പ മകനോട് പറയാ, തന്റെ മകനെ ഉപദേശിക്കാൻ വേണ്ടി. അവൻ ആ മകനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വാപ്പ പറയുന്ന മകനോട്, മോനെ, നീ എന്റെ മുമ്പിൽ ഒന്ന് ഇരിക്ക്, ആ ഇരുത്തത്തിൽ എനിക്കൊരൽപ്പം നിന്നോട് പറയുവാനുണ്ട്. പക്ഷേ മകൻ ബാപ്പയോട് പറയുന്നത് 500 രൂപയല്ല, 1500 രൂപ തന്നാലും വാപ്പയുടെ ഉപദേശത്തിന് എനിക്ക് വേണ്ട, ആ ഉപദേശം എനിക്ക് വേണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മകൻ ബാപ്പയോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം കേൾക്കാനൊന്നും താല്പര്യമില്ല. തന്റേതായ ഇംഗിതത്തിന് അനുസരിച്ചുകൊണ്ട്, തന്റേതായ ചിന്തകൾക്കും തന്റേതായ മനസ്സിലെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ ആ വീഡിയോകളൊന്നും കൂടുതൽ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നല്ല. എന്തുകൊണ്ട്? പുതിയ തലമുറ സോഷ്യൽ മീഡിയ അവതരിപ്പിക്കുന്ന രൂപങ്ങളാണ്, ഷോർട്സുകളാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്, ഏതാനും മിനിറ്റുകൾ മാത്രം ഉള്ള ഷോർട്സുകൾ, ഷോർട്ട് ഫിലിമുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കും.
മനസ്സിനെ തരം മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത് വന്നിട്ടുള്ള വാർത്തകൾ ആ വിധത്തിലാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോ പെട്ടെന്ന് അയാൾക്ക് ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്കിൽ ഹോട്ടൽ അടിച്ചു തകർത്ത വാർത്തകൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിൽ ക്ഷമയില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ അടിമത്തമാണ് ഈ തലമുറയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത്. എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ക്രീനിൽ പിന്നിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആളുകളുടെ മുഖത്ത് നോക്കാൻ അവർക്ക് നേരമില്ല, ആളുകളെ കാണാൻ നേരമില്ല, വാപ്പയുടെ മുഖത്ത് നോക്കാൻ സമയമില്ല, സ്നേഹത്തോടുകൂടെ മക്കളോട് സംസാരിക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. എല്ലാവരും സ്ക്രീനിന്റെ അടിമകളായി ിലാണ്, വാർത്തകളിലാണ്, പലതരത്തിലുള്ള ചർച്ചകളിലാണ്. അതൊക്കെയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ ഈ പുതിയ തലമുറ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ടാണ് പുതിയ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉത്കണ്ഠയാണ്, അവർ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഒറ്റപ്പെടലിലാണ്, അവർക്ക് എനിക്ക് പിന്നെ കൂട്ടിനാളില്ല എന്നുള്ള ചിന്ത, എനിക്ക് ഇനി ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള ചിന്ത. രാത്രി 12 മണി സമയത്ത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു വാർത്തയല്ലേ അത്? രാത്രി 12 മണി സമയത്ത് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 13 വയസ്സുള്ള തന്റെ മകളെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ച് ആ മൊബൈൽ ഫോണിന്റെ പേരിലുണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിൽ നട്ടപ്പാതിര സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാട് വിട്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട കഥയല്ല. അത് ധാരാളം പറയാൻ. പക്ഷേ നമ്മുടെ സമുദായത്തിലും ഈ വിധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും പുതിയ തലമുറയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും പെട്ടെന്നാണ് ഇന്ന് ഫലം കിട്ടേണ്ടത്. പെട്ടെന്നായിരിക്കണം എല്ലാത്തിന്റെയും ഫലം. കൂടുതൽ കാലം പഠിക്കാൻ എന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിന് സമ്മതമല്ല. ആരും അത് അംഗീകരിക്കുന്നില്ല. +2 കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി ജോലിയിൽ കയറണം. ഇതാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പുതിയ കോഴ്സ് എടുത്ത് ആ കോഴ്സ് കൊണ്ട് ജോലി നേടി പണമുണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ സമ്പാദ്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. പണ്ടൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൂലിയായി സ്വീകരിച്ച് അതുകൊണ്ട് ജീവിതം നിവർത്തിപ്പോന്നിരുന്ന നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ. ഇന്ന് കാലം മാറിയില്ലേ? കുറഞ്ഞ സമയം കൊണ്ട് വലിയ സമ്പാദ്യം ഉണ്ടാകണം. 1 മണിക്കൂർ അധ്വാനം, എന്നിട്ടോ ആഴ്ചകളും മാസങ്ങളും അധ്വാനിച്ചാൽ കിട്ടുന്ന വലിയ പണം സമ്പാദിച്ചെടുക്കണം എന്നുള്ളത്. അതിന് നമ്മൾ കരാർ എന്ന് പറയും. 4 ദിവസം കൊണ്ട് തീർക്കേണ്ട പണിയാണ് എങ്കിൽ അത് ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്ത് 4-8 ദിവസത്തെ പണം സമ്പാദിക്കുന്ന തരത്തിലേക്ക് പെട്ടെന്ന് സമ്പാദിക്കണം എന്നുള്ള രീതിയിലേക്ക് സമ്പാദനത്തിന്റെ വഴികൾ മാറുന്നു, കോഴ്സുകൾ മാറുന്നു. സുഖാസ്വാദനങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ജീവിച്ച് അവൻ കുടുംബം പോറ്റി മക്കളായി സന്തോഷകരമായ ജീവിതത്തിന്റെ വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ ഒരു മനുഷ്യൻ മനസ്സിന്റെ ഉന്മാദവും മനസ്സിന്റെ ആഹ്ലാദവും ആനന്ദവും സ്വാംശീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നത് പോരാ. വർഷങ്ങൾ കാത്തിരിക്കാൻ വയ്യ, സമയം നീട്ടിവെക്കാൻ വയ്യ. സെക്കൻഡുകൾ കൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കണം. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അത് കഴിച്ചാൽ പോലും മിനിറ്റുകൾ കാത്തിരിക്കാൻ സമയമില്ല. വിത്തിൻ സെക്കൻഡ് അവൻ അതിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കണം. അവൻ ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കണം. ആ വിധത്തിൽ പുതിയ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. ഈ തലമുറയെ
ഈ തലമുറയെയാണ് മഹല്ല് കമ്മിറ്റികൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തലമുറകളെയാണ് മാതാപിതാക്കൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തലമുറകളെയാണ് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തലമുറയെയാണ് മുഫ്തിമാർ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വളർന്നു വരുന്ന തലമുറയെയാണ് മുഅല്ലിമുകൾ കൈകാര്യം ചെയ്യുന്നത്. ആ കൈകാര്യത്തിൽ കൃത്യമായ അവബോധത്തോടുകൂടെ പുതിയ പുതിയ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പാരമ്പര്യം, ദീനിന്റെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ഈ ദീനിന് വിശുദ്ധമായ അതിന്റെ മുഖത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നതും ഈ ദീനിനെ കുട്ടികളുടെ മനസ്സിൽ അതിൻ്റെതായ യഥാർത്ഥ ബഹുമാനത്തോടുകൂടെ സ്ഥാനത്തോടുകൂടെ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന്റെ പരിഹാരമായി നമ്മുടെ മക്കളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ മക്കളുടെ മനസ്സിനെ ദീനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പഠിപ്പിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ ദീനിന്റെ വെളിച്ചം നിലനിർത്താൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമെന്ന് പറയുന്നത് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചിന്തയും ആ തങ്ങളെ കുറിച്ചുള്ള സ്വലാത്തും അവരുടെ മനസ്സിനകത്ത് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരു വെളിച്ചമാണ്. അത് മനസ്സിന് സമാധാനം നൽകുന്നതാണ്. മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കുട്ടികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികൾക്കും പരിഹാരമായി, പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഉമ്മമാരെയും ഉപ്പമാരെയും കേട്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു വിശാലമായ മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടാകാൻ, പുതിയ തലമുറക്കുണ്ടാകാൻ, അത് മനസ്സിൽ ഒരു വെളിച്ചം ലഭിക്കൽ അനിവാര്യമാണ്. അതിന് മെഡിസിൻ ലഭ്യമല്ല, ഭൗതികമായ ഒരു മെഡിസിനും അതിന് ലഭ്യമല്ല. അതിന് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, അത് സ്പിരിച്വൽ മെഡിസിനാണ്, ആത്മീയമായിരിക്കുന്ന ഔഷധമാണ്. ആ ഔഷധമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം എത്രയോ തവണകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രശസ്തമായ ഒരു ഹദീസ് അല്ലേ അത്? ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊണ്ട് പറയുന്നുണ്ട്, നബിയേ, അങ്ങയുടെ മേലിൽ ഞാനിതാ ധാരാളമായി സ്വലാത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എത്രയാണ് സ്വലാത്തിൽ നിന്ന് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മാശിഅത, നിനക്ക് എന്താ ഉദ്ദേശമെങ്കിൽ അത്ര നീ വർദ്ധിപ്പിച്ചോ. എത്രയാണ് നിനക്ക് ഉദ്ദേശമെങ്കിൽ അത്ര നീ വർദ്ധിപ്പിച്ചോ. എണ്ണം ഞാൻ പറഞ്ഞു തരുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖുൽതു അർറുബുഅ, നബിയേ, 1/4 ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെയോ, സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെയോ, എന്റെ ജീവിതത്തിന്റെ, എന്റെ സമയത്തിന്റെ 1/4 ഭാഗം മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മാശിഅത, നിങ്ങൾക്ക് അത്രേ കഴിയുന്നുള്ളൂ വെച്ചെങ്കിൽ അതാ ഉദ്ദേശമെങ്കിൽ അങ്ങനെയാവട്ടെ. എന്നാൽ അതിനേക്കാൾ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇദ്ദേഹം പറയുന്നത് നിസ്ഫ, എന്നാൽ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി ഒഴിച്ചു വെക്കട്ടെ. അപ്പോഴും നബി തങ്ങൾ പറയുന്നത്, മാശിഅത ഫഇൻ സിത്ത ഖൈറുൽ ലക്, നീ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് നിനക്ക് ഖൈർ തന്നെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജീവിതത്തിന്റെ 2/3 ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴും നബി തങ്ങൾ പറയുന്നത്, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഖൈർ തന്നെ. അവസാനമായി ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇദൻ തുക്ഫാ ഹമ്മക്, മനസ്സിന്റെ എല്ലാ സംഗതികൾക്കും ആ ഒരു നിത്യമായ സ്വലാത്ത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ആ ഒരു സ്വലാത്ത് മതി. എന്തൊക്കെ പ്രശ്നം? ഹമ്മ് എന്ന് പറയുന്നത് എന്തൊക്കെ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടോ, ടെൻഷനാണോ അതിന്റെ പരിഹാരമാണ്.
മനസ്സിന്റെ വേദനയാണോ അതിന്റെ പരിഹാരമാണ്, പേടിയാണോ അതിന്റെ പരിഹാരമാണ്, ഒറ്റപ്പെടലാണോ അതിന്റെ പരിഹാരമാണ്, വിഷാദ രോഗമാണോ അതിന്റെ പരിഹാരമാണ്. ഇന്ന് അനുഭവിക്കുന്നത് അതൊക്കെയല്ലേ. ഒറ്റപ്പെടലിന് പരിഹാരം, വിഷാദ രോഗത്തിന് പരിഹാരം, അനുഭവിക്കുന്ന ടെൻഷനുകൾക്ക് പരിഹാരം, മനസ്സിലുണ്ടാകുന്ന ബേജാറുകൾക്ക് പരിഹാരം, പരീക്ഷ വരുമ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠയ്ക്ക് പരിഹാരം, എല്ലാത്തിനും പരിഹാരമാണ് വിശുദ്ധമായ സ്വലാത്ത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഈ സ്വഹാബി വര്യനെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഇത് വേണ്ടേ? നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് വേണ്ടേ? നമ്മുടെ കൂട്ടുകാർക്ക് ഇത് വേണ്ടേ? നമ്മുടെ കൂട്ടുകാരികൾക്ക് ഇത് വേണ്ടേ? അയൽവാസികൾക്ക് ഇത് വേണ്ടേ? സ്വലാത്തിന് വരുമ്പോ ഇന്ന് പള്ളിയിൽ സ്വലാത്തുണ്ട്, ഇന്ന് മദ്രസയിൽ സ്വലാത്തുണ്ട്, അത് പറഞ്ഞുകൊണ്ട് സ്വന്തമായി ഇറങ്ങിപ്പോന്നാ മതിയോ? മക്കളോട് നിങ്ങൾ വീട്ടിലിരുന്നോ, ഞാൻ സ്വലാത്തിന് പോയി വരാമെന്ന് പറഞ്ഞു പോന്നാൽ മതിയോ? മതിയാകില്ല. നമ്മുടെ മക്കൾക്ക് പരിഹാരമാകാൻ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ മനസ്സിലുണ്ടാകുന്ന ഉത്കണ്ഠകൾക്ക് പരിഹാരമാകാൻ, ഒറ്റപ്പെടലുകൾക്ക് പരിഹാരമാകാൻ, അഭിമുഖീകരിക്കുന്ന പരീക്ഷകളിൽ മനസ്സിന് റാഹത്ത് ലഭിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സ്വലാത്തുകൾ, മജ്ലിസുകൾ നമ്മുടെ മക്കൾക്കും അതിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അയൽവാസികൾ അതിൽ കൂട്ടണം. അയൽവാസികളോട് ഞാൻ പോയി വരാ എന്നല്ല, അവരെയും കൂട്ടി, അയൽവാസികളെ കൂട്ടി, കുടുംബക്കാരെ കൂട്ടി, ബന്ധുക്കളെ കൂട്ടി, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സ്വലാത്തിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക്, ഈ പുതിയ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇത്തരത്തിലുള്ള പുതിയ വഴിതെറ്റലുകൾക്ക് മറ്റൊരു പരിഹാരത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. മഹാന്മാർ പറയുന്നത് അതാണ്. മനസ്സിനകത്ത് വെളിച്ചമുണ്ടാകാൻ അസ്വലാത്തു അലൻ നബി തുനവ്വിറുൽ ഖൽബ, അത് മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതാണ്. വതുസബ്ബിതുൽ ഖുത്വാ, അത് കാലിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഒരു ധൈര്യക്കുറവുണ്ടാകുമല്ലോ നമുക്ക് വിഷയങ്ങൾ വരുമ്പോ, ധൈര്യക്കുറവ്. ആ ധൈര്യക്കുറവിനെ മാറ്റി ദൃഢതയോടുകൂടെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് വിശുദ്ധമായ സ്വലാത്ത് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ നിഅമത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഓരോ നിഅമത്തുകളും അല്ലാഹു ഊരിക്കളയുന്നതിൽ നിന്ന് നിർഭയത്വം കിട്ടാൻ അതിനും സ്വലാത്താണ് പരിഹാരം. അതിനും സ്വലാത്താണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ, രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളുടെ നിഅമത്തുകൾ, സിദ്ധികൾ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഇത് നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ മഹാന്മാർ പറയുന്നത്, അത്തരത്തിലുള്ള നിഅമത്തുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയാതിരിക്കാൻ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൂ. കാലിന്റെ മുട്ടുവേദനയുള്ളവരില്ലേ, കിഡ്നി അസുഖങ്ങൾ, ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗജന്യ കേന്ദ്രങ്ങൾ ധാരാളം, പെയ്ഡായിട്ടുള്ള സൗകര്യങ്ങൾ ധാരാളം, ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് രോഗികൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ലാഹു തആല ദിനേനയായി സെക്കൻഡുകളായി നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ
അല്ലാഹു തആല ഒന്ന് പിടിച്ചു വെക്കുമ്പോഴാണ് അവൻ ഹാർട്ട് രോഗിയായി മാറുന്നത്, ലിവർ രോഗിയായി മാറുന്നത്, അവൻ കിഡ്നി രോഗിയായി മാറുന്നത്, അവൻ ക്യാൻസർ രോഗിയായി മാറുന്നത്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ആ വിധത്തിൽ അല്ലാഹു പരീക്ഷിച്ചിട്ടുള്ളവർക്ക് അല്ലാഹു തആല രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ തരത്തിലുള്ള രക്ഷയും കാവലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. ഇത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്വലാത്തിന്റെ മജ്ലിസുകൾ ഏതെങ്കിലും ഒരു വാർഷികത്തിന്റെ മജ്ലിസ് വലുതായാൽ പോരാ, മാസാദമുള്ള മജ്ലിസാണെങ്കിൽ ആ മജ്ലിസുകളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. ഇവിടെ കൂടിയിട്ടുള്ളവരെല്ലാവരും പങ്കെടുക്കണം. ശേഷം നമ്മുടെ കൂട്ടുകാരെ പങ്കെടുപ്പിക്കണം. അതിന് പറ്റുന്ന വിധത്തിൽ അതിന്റെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആകർഷകമാകുന്ന വിധത്തിൽ അല്ലാഹു തആല പുണ്യം തരുന്ന വിധത്തിൽ അതിനെ നടത്തിപ്പിന്റെ ആളുകളും അതിനെ നടത്തിക്കൊണ്ടുപോകുവാനും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്, ഈ മഹത്തായ സ്വലാത്ത് വാർഷിക മജ്ലിസിന് ആ വിധത്തിൽ നമ്മുടെ നാടിനെ അനുഗ്രഹം ചൊരിയുവാനും ആ വിധത്തിൽ കാവലും രക്ഷയുമേകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಯುವ ಪೀಳಿಗೆಯ ನಡತೆ ಆತಂಕವನ್ನುಂಟು ಮಾಡುತ್ತಿದೆ. ವಿದ್ವಾಂಸರಿಗೆ, ಪೋಷಕರಿಗೆ, ಜಮಾಅತ್ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಜವಾಬ್ದಾರಿ ಹೆಚ್ಚಾಗುತ್ತಿದ್ದು ಅದರಿಂದ ನುಣುಚಿಕೊಳ್ಳಬಾರದು. ಯುವ ಜನತೆಯ ಮನ ಸಂಘರ್ಷ ಕಡಿತ ಮಾಡಲು ಸ್ವಲಾತಿನಂತಹ ಬೇರೊಂದು ಪರಿಹಾರವಿಲ್ಲ. ಸ್ವಲಾತಿನ ಮಹತ್ವವನ್ನು ಸರಸವಾಗಿ ತಿಳಿಸಿದ ಉಸ್ತಾದ್ ಶಬೀರ್ ವಹಬಿ ಮಂಬಾಡ್ರವರಿಗೆ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದೇವೆ.